കൊച്ചി നഗരത്തിൽ ഒരു വൈകുന്നേരം ശക്തമായി മഴ പെയ്യുകയായിരുന്നു. റോഡുകളിൽ വാഹനങ്ങളുടെ ശബ്ദവും മഴത്തുള്ളികളുടെ സംഗീതവും ചേർന്ന് നഗരത്തെ ഒരു സിനിമാ രംഗം പോലെ മാറ്റി. ആദിത്യ എന്ന യുവാവ് ഒരു കഫേയുടെ മുന്നിൽ നിൽക്കുകയായിരുന്നു. അവൻ ഒരു ഗ്രാഫിക് ഡിസൈനറായിരുന്നു. ജീവിതം സാധാരണമായിരുന്നെങ്കിലും അവന്റെ മനസ്സിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു ഓർമ്മയുണ്ടായിരുന്നു. 5 വർഷം മുൻപ് നടന്ന ഒരു സംഭവം. അന്നവൻ കോളേജിൽ പഠിക്കുകയായിരുന്നു. ഒരു ദിവസം മഴ പെയ്യുമ്പോൾ അവനൊരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ അവിടെ ഒരു പെൺകുട്ടി വന്നു. കൈയിലൊരു ചെറിയ കുട. മഴത്തുള്ളികൾ അവളുടെ മുടിയിൽ പതിഞ്ഞ് തിളങ്ങുകയായിരുന്നു. അവളുടെ പേര് അനന്യ. ബസ് വൈകിയതിനാൽ അവർ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങി. ചില മിനിറ്റുകളുടെ സംഭാഷണം. പക്ഷേ അതിലൊരു പ്രത്യേകതയുണ്ടായിരുന്നു. അവൾ വളരെ സന്തോഷത്തോടെ പറഞ്ഞു, "എനിക്ക് മഴ വളരെ ഇഷ്ടമാണ്. മഴയിൽ തുടങ്ങിയ കാര്യങ്ങൾ സാധാരണയായി മനോഹരമായ ഓർമ്മകളായി മാറും." ആ ചെറിയ സംഭാഷണം കഴിഞ്ഞപ്പോൾ ബസ് വന്നു. അവൾ ബസ്സിൽ കയറുന്നതിനു മുമ്പ് പറഞ്ഞു, "നമ്മൾ വീണ്ടും കാണുമോ?" ആദിത്യ ചിരിച്ചു. "മഴ വീണ്ടും പെയ്താൽ കാണാം." അവൾ ചിരിച്ചു. പിന്നെ ബസ് നീങ്ങി. പക്ഷെ അതിനുശേഷം അവൾ വീണ്ടും ഒരിക്കലും അവനെ കണ്ടില്ല. വർഷങ്ങൾ കടന്നു. ആദിത്യ പല സ്ഥലങ്ങളിലും ജോലി ചെയ്തു. ജീവിതം മുന്നോട്ടുപോയി. പക്ഷെ ഓരോ മഴ ദിവസവും അവൻ അവളെ ഓർമ്മ വരുമായിരുന്നു. അന്ന് കഫേയുടെ മുന്നിൽ നിൽക്കുമ്പോൾ മഴ വീണ്ടും ശക്തമായി പെയ്യാൻ തുടങ്ങി. അവൻ അകത്ത് കയറി. കഫേയിലൊരു പെൺകുട്ടിയിരുന്ന് പുസ്തകം വായിക്കുകയായിരുന്നു. ആദിത്യ ഒന്ന് നോക്കി, പിന്നെ വീണ്ടും നോക്കി. അത് അനന്യയായിരുന്നു. അവൾ തല ഉയർത്തി അവനെ കണ്ടു. ചില നിമിഷങ്ങൾ അവർ ഒന്നും സംസാരിച്ചില്ല. പിന്നെ അവൾ ചിരിച്ചു പറഞ്ഞു, "നിനക്ക് ഓർമ്മയുണ്ടോ മഴ പെയ്യുമ്പോൾ നമ്മൾ വീണ്ടും കാണുമെന്ന്?" ആദിത്യ ചിരിച്ചു. "അതുകൊണ്ടാണ് ഞാൻ ഓരോ മഴയും കാത്തിരുന്നത്." പുറത്ത് മഴ എപ്പോഴും പെയ്യുകയായിരുന്നു. അവരുടെ കഥ വീണ്ടും ആരംഭിച്ചു. കാരണം ചില പ്രണയങ്ങൾ ഒരു ചെറിയ കണ്ടുമുട്ടലിൽ തുടങ്ങും. പക്ഷെ അവ വർഷങ്ങൾ കഴിഞ്ഞാലും അവസാനിക്കില്ല. ശീർഷകം മഴയിലെഴുതിയ പ്രണയം. കോട്ടയത്തിന്റെ ഒരു ചെറിയ ഗ്രാമത്തിലായിരുന്നു ആരവിന്റെയും മീരയുടെയും കഥ ആരംഭിച്ചത്. കോളേജിന്റെ ആദ്യ ദിവസം മഴ പെയ്തുകൊണ്ടിരുന്നു. കാറ്റ് നനഞ്ഞ ഇലകളെ തഴുകി കടന്നുപോകുമ്പോൾ ബസ് സ്റ്റോപ്പിൽ കുടയില്ലാതെ നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ ആരവ് ആദ്യമായി കണ്ടു. അവൾ മീര. മഴത്തുള്ളികൾ അവളുടെ മുടിയിൽ വീണപ്പോൾ അവൾ കൈകൊണ്ട് നീക്കി ചിരിച്ചു. ആ ചിരി ആരവിന്റെ ഹൃദയത്തിൽ ഒരു നിമിഷം നിർത്തി. "കുടയില്ലേ?" ആരവ് ചോദിച്ചു. മീര ചിരിച്ചു. "മഴയെ ഇഷ്ടമാണ്, നനയാൻ പേടിയില്ല." അന്നുമുതൽ അവർ തമ്മിൽ ഒരു സ്നേഹബന്ധം വളർന്നു. ക്ലാസ് കഴിഞ്ഞാൽ ഒരുമിച്ച് ചായക്കടയിൽ പോകും, പുസ്തകങ്ങളെക്കുറിച്ച് സംസാരിക്കും, സ്വപ്നങ്ങളെക്കുറിച്ച് ചിരിക്കും. മീരയ്ക്ക് ഡോക്ടർ ആകണമെന്നായിരുന്നു സ്വപ്നം. ആരവിന് എഴുത്തുകാരനാകണം. അവരൊരുമിച്ച് ഭാവിയെക്കുറിച്ച് സ്വപ്നങ്ങൾ പണിതു. പക്ഷെ ജീവിതം എല്ലായ്പ്പോഴും കഥകളെപ്പോലെ ലളിതമല്ല. കോളേജിന്റെ അവസാന വർഷം മീരയുടെ അച്ഛന് ഗുരുതരമായ അസുഖം വന്നു. കുടുംബത്തിന്റെ ബാധ്യത മുഴുവൻ മീരയുടെ ചുമലിൽ വീണു. അവൾ പഠനം നിർത്തി ജോലിക്ക് പോയി. ആരവ് അവളെ പ്രോത്സാഹിപ്പിച്ചു, കൂടെയുണ്ടാകാമെന്ന് വാഗ്ദാനം ചെയ്തു. എന്നാൽ സാഹചര്യങ്ങൾ അവരുടെ ഇടയിലൊരകലമുണ്ടാക്കി. ഒരു ദിവസം മീര പറഞ്ഞു, "ആരവേ, ഞാൻ നിന്നെ പിടിച്ചു നിർത്താൻ ആഗ്രഹിക്കുന്നില്ല. നിനക്ക് വലിയ സ്വപ്നങ്ങളുണ്ട്. ഞാനൊരു ഭാരമായി മാറരുത്." ആരവിന്റെ കണ്ണുകൾ നിറഞ്ഞു. "നീ ഭാരമല്ല മീര, നീയാണ് എന്റെ ശക്തി." എങ്കിലും മീര അകന്നു. ഒരു കത്ത് മാത്രം അവൾ വിട്ടുപോയി. "എന്നെ മറക്കരുത്, പക്ഷെ എന്നെ കാത്തിരിക്കണ്ട." വർഷങ്ങൾ കടന്നു. ആരവ് തന്റെ സ്വപ്നം നേടിയെടുത്തു. ഒരു പ്രശസ്ത എഴുത്തുകാരനായി. അവന്റെ ആദ്യ നോവലിന്റെ പേര് മഴയിലെഴുതിയ പ്രണയം. പുസ്തകത്തിന്റെ ഓരോ പേജിലും മീരയുടെ ഓർമ്മകളുണ്ടായിരുന്നു. പുസ്തകപ്രകാശന ചടങ്ങിൽ ആളുകൾക്കിടയിൽ ആരവ് ഒരു പരിചിത മുഖം കണ്ടു. മഴയിൽ നനഞ്ഞ മുടിയുമായി അതേ ചിരിയോടെ മീര. അവൾ മുന്നോട്ടു വന്നു. "നിന്റെ സ്വപ്നം നീ നേടി. ഞാൻ വാഗ്ദാനം പോലെ ദൂരത്തുനിന്ന് നിന്നെ കണ്ടു." ആരവ് ശാന്തമായി പറഞ്ഞു, "എന്റെ ഓരോ വാക്കിലും നീയുണ്ടായിരുന്നു." മീരയുടെ അച്ഛൻ സുഖപ്പെട്ടു. അവൾ വീണ്ടും പഠനം തുടർന്നു. ഒടുവിൽ ഡോക്ടറായി. ജീവിതം വീണ്ടും അവരെ ഒന്നാക്കി. ആ ദിവസം വീണ്ടും മഴ പെയ്തു. എന്നാൽ ഇത്തവണ അവർ ഒരുമിച്ചു കുട പങ്കിട്ടു. മഴത്തുള്ളികൾ വീഴുമ്പോൾ ആരവ് മൃദുവായി പറഞ്ഞു, "മഴയെ ഇഷ്ടമാണെന്ന് പറഞ്ഞ പെൺകുട്ടി ഇന്നെന്റെ ജീവിതമഴയാണ്." മീര ചിരിച്ചു. "നനയാനിനി പേടിയില്ല.
കാരണം നീ കൂടെയുണ്ട്. മഴയുടെ സംഗീതത്തിൽ അവർ തമ്മിൽ കൈകൾ ചേർത്ത് നിന്നു. പ്രണയം ചിലപ്പോൾ അകലം കൊണ്ടും പരീക്ഷിക്കപ്പെടും, പക്ഷെ സത്യമായ സ്നേഹം വീണ്ടും വഴി കണ്ടെത്തും.